ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റിച്ച് ലവ് ബൈ അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന ക്ലോത്ത് കൊണ്ട് ഇതുപോലെ അടിപൊളി ഒരു ക്രോപ്പ് ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഈ മെഷർമെൻറ്റ്സിനനുസരിച്ചുള്ള പാറ്റേൺ ആണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മെഷർമെൻറ്റ്സിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇനി കട്ടിങ്ങിലേക്ക് പോകാം. നമ്മളിത് പേപ്പറിലാണ് കേട്ടോ കാണിക്കുന്നത്. ക്ലോത്തിൽ കാണിക്കുമ്പോൾ കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് വേണം. നമ്മളിവിടെ ഫോൾഡ് ചെയ്യാതെയുള്ള മാർക്കിംഗ് ആണ് കാണിക്കുന്നത്. 7.5 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. ആം ഹോൾ 5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിടുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ആം ഹോൾ മാർക്ക് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ ഷോൾഡർ ഒരു 14.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പീസിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് ഈ പറഞ്ഞത്. 5 ഇഞ്ചിലുള്ള ആം ഹോള്, 14.5 ഇഞ്ചിലുള്ള ഷോൾഡർ, 17.5 ലെങ്ത്തും. ദെൻ ഇത് നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ള പാറ്റേണിലാണ് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ്. ഇനി ബാക്ക് പീസിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള പോർഷൻ കട്ട് ചെയ്യാം. 14.5 ഇഞ്ച് ലെങ്ത്തിൽ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുക കേട്ടോ. നെക്ക് അധികം കുഴിച്ച് കട്ട് ചെയ്യരുത്, ബിക്കോസ് അത് കോളർ വെക്കാനുള്ളത് കൊണ്ട് തന്നെ. ഇനി നെക്കിൻ്റെ മുകൾ ഭാഗവും ഈ താഴ്ഭാഗവും തമ്മിലുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ചാണ് ആ ലെങ്ത് വരുന്നത് രണ്ട് ഭാഗത്തും കേട്ടോ. പിന്നെ ഈ നെക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ മാർക്കിങ് ചെയ്യുന്നിടത്ത് 2.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഈ നെക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗവും ഈ താഴ്ഭാഗവും തമ്മിലുള്ള ലെങ്ത്തും 2.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ പീസ്. ഇനി ഇതിൻ്റെ ബാക്കിൽ വെക്കാനായിട്ട്, അതായത് ഈ മുകൾ ഭാഗത്തേക്ക് 2 പീസ് വേണം. ഈ രണ്ടാമത്തെ പീസിൻ്റെ വീതി എന്ന് പറയുമ്പോൾ 3.5 + 1ഉം അതിൻ്റെ ലെങ്ത്ത് 14.5 ഇഞ്ചും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് 2 പീസ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതും ചേർന്നതാണ് നമ്മുടെ ബാക്ക് പീസ് വരുന്നത്. 18 ഇഞ്ചാണ് കേട്ടോ വണ്ണം മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്, പറയാൻ മറന്നതാണ്. ഇനി ഫ്രണ്ട് പീസിലേക്ക് വരുമ്പോൾ 19 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. ദെൻ 10 ഇഞ്ചാണ് അതിൻ്റെ വീതി മാർക്ക് ചെയ്യേണ്ടത്. 6.5 ഇഞ്ചാണ് ആം ഹോള് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതൊരു ഫോൾഡ് 2 വേണമല്ലോ. ഇതൊരു ഫോൾഡ് ചെയ്ത പാറ്റേൺ ആണ് കേട്ടോ ഇരിക്കുന്നത്. 3 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ ആണ് നെക്കിൻ്റെ താഴ്ച വേണ്ടത്. 2 ഇഞ്ച് നമ്മൾ ഈ നെക്ക് തൊട്ടിട്ട് താഴ്ഭാഗം വരെ 2 ഇഞ്ച് ഇങ്ങനെ നീട്ടിയെടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ളതും ബട്ടണുള്ളതും വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കാനുള്ളതാണ് ഈ പോർഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാം. ബാക്ക് പീസ് അങ്ങനെ നമ്മൾ 3 ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 3 പീസായിരുന്നു നമ്മൾ നേരത്തെ ബാക്ക് പീസിൻ്റെ മെഷർമെൻറ്റ്സ് പറഞ്ഞത്. ഇങ്ങനെ ചേർത്ത് വെച്ചതായിരിക്കും ബാക്ക് പീസ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം അതിൻ്റെ റെക്റ്റാങ്കുലർ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ, അതിൻ്റെ മുകളിൽ ആ വലിയ പീസിൻ്റെ ചീത്ത വശം വെക്കുന്ന രീതിയിൽ വെക്കുക. അതിന് മുകളിൽ നമ്മൾ ഈ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ നല്ല വശം ഈ വലിയ പീസിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്ക് പീസിന് ഇങ്ങനെ ആയിരിക്കും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് കണ്ട് നോക്കി നോക്ക്, ഉറപ്പായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി നമ്മളുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചതാണ് ഇത്. ഈ ഫ്രണ്ട് പീസിനെ ഇതിൻ്റെ ഷോൾഡറിലേക്ക് നമ്മൾ ജോയിൻറ്റ് ചെയ്യിപ്പിക്കും. ആ ജോയിൻറ്റ് ചെയ്യിപ്പിക്കുന്നതിനൊരു ടെക്നിക്ക് ഉണ്ട്, അത് ഞാൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു. അപ്പോൾ ഈ ക്ലോത്തിലാണ് നമ്മളുടെ ഷർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ബാക്ക് പീസിൻ്റെ മുകൾ ഭാഗമാണ് ഇത്. അതിൻ്റെ കറക്റ്റ് നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ വലിയ പീസിൽ അതിൻ്റെ നല്ല വശം, അതായത് ഈ ചെറിയ പീസിൻ്റെ നല്ല വശം അതിൻ്റെ നല്ല വശമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ സെൻറ്ററും തമ്മിൽ മാർക്ക് ചെയ്യുന്ന രീതിയിൽ, ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. ദെൻ ഇതിനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്റ്റാങ്കുലർ പീസ് ഉണ്ടല്ലോ, ആ റെക്റ്റാങ്കുലർ പീസ് ഇതിൻ്റെ, അതായത് ഈ വലിയ തുണിയുടെ ചീത്ത വശത്തേക്ക് അതിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വേണ്ട വെക്കാൻ. ഇതിൽ ഞാൻ വെച്ചതിൽ ചെറുതായിട്ടൊന്ന് മാറിപ്പോയതാണ്, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് കണ്ടത്. ദെൻ ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ 2 ഭാഗത്തും സീംലെസ് ആയിരിക്കും. സീമൊന്നും നമുക്ക് പുറത്തേക്ക് കാണാനുണ്ടാവില്ല. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ഇതിന് നെക്ക് നമ്മൾ 2ലും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം, ആ ഏറ്റവും നല്ല വശം ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്തെ ഫസ്റ്റ് പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ ബാക്കിലുള്ള നമ്മളുടെ മുകളിൽ 2 പീസ് ഉണ്ടായിരുന്നല്ലോ, ആ രണ്ടാമത്തെ പീസിലുള്ള ഭാഗവുമായിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് സീമൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി, ഉറപ്പായിട്ടും മനസ്സിലായിരിക്കും. അതുപോലെ തന്നെ അടുത്ത ഷോൾഡറും ഇങ്ങനെ ചെയ്യുന്നു. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശമായിട്ട് ചേർത്ത് അടിച്ചെടുക്കുന്നു. ഇനി ഇതിൻ്റെ ബാക്കിലുള്ള നമ്മളുടെ മറ്റേ പീസിൻ്റെ ഷോൾഡർ കൂടെ ആയിട്ട്, അതായത് മുകൾ ഭാഗത്ത് 2 പീസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു റെക്റ്റാങ്കുലറിൽ വെട്ടിയത് ഒരു ഇതിലും, ആ റെക്റ്റാങ്കുലറിൽ കൂടെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിരുന്നു. ആ റെക്റ്റാങ്കുലർ പീസുമായിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതോടെ നമുക്ക് ഷോൾഡർ നല്ല പെർഫെക്റ്റ് ആയിട്ട് സീംലെസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടും.
ഇതിൻ്റെ ഏകദേശ പണികളൊക്കെ ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് ഫ്രണ്ട് പീസിൽ 2 എണ്ണത്തിലും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തിനായിരുന്നു? ബട്ടന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ 2 ഭാഗത്തും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. വണ്ണം കറക്റ്റ് ആക്കുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അതിൽ നമ്മൾ ബട്ടണും അതുപോലെ തന്നെ ലൂപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കുക. കോളർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ക്രോപ്പ് ഷർട്ടിൻ്റെ വീഡിയോയിലുണ്ട്. അതിനുശേഷം നമ്മളുടെ കൈ ഇങ്ങനെ ചെറിയ കൈയാണ്, അതിൻ്റെ താഴ്ഭാഗം കുറച്ച് ലെങ്ത്തിൽ ഫോൾഡ് ചെയ്ത് വീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അത് ജോയിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള പോർഷനാണ് ഈ കാണിക്കുന്നത്. ദെൻ ഇതിനാകെയുള്ള പണി നമ്മളുടെ വണ്ണം ജോയിൻറ്റ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. വണ്ണം ജോയിൻറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഭയങ്കര ഷേപ്പിൽ ചെയ്യരുത് കേട്ടോ, ക്രോപ്പ് ഷർട്ട് ആയതുകൊണ്ട് തന്നെ. പിന്നെ കോളർ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾക്ക് കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പണി. ഇനി ജസ്റ്റ് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാവുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വരുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഗൈസ്.